സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കടകളിലെ ഇപോസ് മെഷീനുകൾ പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിയായത്. സംസ്ഥാനത്തെ 14,000-ഓളം വരുന്ന റേഷൻ കടകളിലെ റേഷൻ വിതരണമാണ് ഇന്ന് രാവിലെ മുതൽ തടസ്സപ്പെട്ടത്. ഉപഭോക്താക്കളുടെ വിരലടയാളം ഇപോസ് സ്കാനറിൽ വിജയകരമായി പതിപ്പിക്കാൻ കഴിയാത്തതാണ് റേഷൻ വ്യാപാരികൾക്കോ അംഗീകരിച്ച സെയിൽസ്മാൻമാർക്കോ റേഷൻ വിതരണം ചെയ്യുന്നതിന് തടസ്സമായത്. മൊത്തത്തിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തമുള്ള വിഷയമാണ്, കേരളത്തിലെ മാത്രം വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പറയുന്നത് ഞങ്ങളെ പഞ്ചിങ് നടക്കുന്നില്ല, അക്ഷയ വർക്ക് ചെയ്യുന്നില്ല, അതിലൊക്കെ അത്യാവശ്യമാണുള്ളത്. റേഷനാണല്ലോ, ഇത് കിട്ടാഞ്ഞാൽ ആൾക്കാർ ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാനും പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് ഇപോസ് മെഷീൻ പ്രവർത്തനരഹിതമാകാൻ കാരണമായതെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. മെഷീൻ എപ്പോൾ പ്രവർത്തന സജ്ജമാകുമെന്നോ ഏത് സമയം മുതൽ റേഷൻ വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നോ റേഷൻ വ്യാപാരികൾക്ക് പോലും അറിയില്ല. ഇപോസ് മെഷീൻ്റെ പണിമുടക്ക് റേഷൻ വാങ്ങാനെത്തിയ സാധാരണക്കാരായ ആയിരങ്ങളെയാണ് ദുരിതത്തിലാക്കിയത്. നിഖിൽ കോട്ടൂളിക്കൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.